വെൽക്കം ബാക്ക് ടു എമീസ് ഡയറീസ്. ദിസ് ഈസ് വിഷ്ണു. നമ്മൾ ഇന്നുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ ഇന്ന് പോകുന്നത് തായ്ലൻഡിലേക്കാണ്. നമ്മളിപ്പോൾ ചെക്കിംഗ് ഫോർമാലിറ്റീസും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനി തായ്ലൻഡിൽ വെച്ചിട്ട് കാണാം. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പാക്കേജ് എടുക്കാതെ എങ്ങനെ തായ്ലൻഡിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പോകാം എന്നുള്ളതിനെ പറ്റിയാണ്. കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എയർ ഏഷ്യയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. രാത്രി 11:30ക്കാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നത്. അത് തായ്ലൻഡിൽ എത്തുന്നത് 5:30ക്കാണ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരെ എത്തിയത് ഡോൺമോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാങ്കോക്കിലാണ്. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ഫുക്കറ്റിലേക്കാണ്. നമ്മൾ ആദ്യം ഫുക്കറ്റ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ബാങ്കോക്കിലേക്ക് തിരിച്ചു വരുന്നത്. ബാങ്കോക്കിൽ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടില്ല. ഇനി നമുക്ക് ഫുക്കറ്റിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിൽ എത്തിയ ശേഷം അവിടുന്ന് ഡയറക്റ്റായി ഫുക്കറ്റിലേക്ക് ഡൊമസ്റ്റിക് എയർലൈൻസ് വഴിയാണ് പോയത്. നമ്മൾ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയ ശേഷം നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത് പത്തോങ് എന്ന് പറയുന്നൊരു പ്ലേസിലാണ്. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് അവിടുന്ന് ബസ് സർവീസസ് അവൈലബിൾ ആണ് ഈ പത്തോങ്ങിലേക്ക്. പെർ പേഴ്സണ് പത്തോങ്ങിൽ എത്താൻ 100 ബാത്താണ് അവർ ചാർജ് ചെയ്യുന്നത്. പത്തോങ്ങിൽ നമുക്ക് കുറേ റിസോർട്ട്സ് അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ബുക്ക് ചെയ്തത് നൈന റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിനോടൊപ്പം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു റിസോർട്ട് കൂടിയാണ്. തായ്ലൻഡിലെ എല്ലാ റിസോർട്ടും നിങ്ങൾക്ക് അഗോഡ വഴി വളരെ ചീപ്പ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും നേരത്തെ. ഇനി നമ്മൾ കാണുന്നത് റിസോർട്ടിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ഫസ്റ്റ് ഡേ വൈകുന്നേരം നമ്മൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോയത്. നമ്മൾ നെക്സ്റ്റ് ഡേക്കുള്ള ഫിഫി ഐലൻഡ് ടൂർ ബുക്ക് ചെയ്തതും ഈ സ്ട്രീറ്റിൽ തന്നെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ടൂർ ഓപ്പറേറ്റേഴ്സിനെ കാണാൻ പറ്റും. കുറച്ച് എമൗണ്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. എന്നാലും ഇവിടെയുള്ള മിക്ക ടൂർ ഓപ്പറേറ്റേഴ്സും ട്രസ്റ്റ് വർത്തി തന്നെയാണ്. ഇത് പത്തോങ്ങിൻ്റെ നൈറ്റ് മാർക്കറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഷോപ്പിംഗ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്ട്രീറ്റ് ഫുഡും അവൈലബിൾ ആണ്. ഇവിടെ പഴയ ഫുഡ് സെർവ് ചെയ്യില്ല. നമ്മൾ പറയുന്നതനുസരിച്ച് ലൈവായിട്ടുള്ള ഫുഡാണ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പത്തോങ് നൈറ്റ് മാർക്കറ്റിലാണ്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ സീ ഫുഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രോൺസ് എക്സ്പ്ലോർ ചെയ്തു. അവർ പ്രോൺസിന് വലിയ മസാലയൊന്നും ആഡ് ചെയ്തില്ല. പക്ഷേ എല്ലാം ഒരു സോസ് വെച്ചുള്ള കളിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ അടുത്തതായി ഓർഡർ ചെയ്യുന്നത് പ്രോൺസിൻ്റെ ഫ്രൈഡ് റൈസ് ആണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് അതിൻ്റെ ഇവിടുത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവരെന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. ഇവർ കുറേ എന്തോ സ്പൈസസ് അല്ല ഒരു സോസ് ആഡ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നു എനിക്ക്. പക്ഷെ നമ്മുടെ അവിടെ കിട്ടുന്നതിനെക്കാട്ടിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും വേറൊരു ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന്. നമ്മൾ അടുത്തതായി ഓർഡർ ചെയ്തത് പ്രോൺസ് ബാർബിക്യൂ ആയിരുന്നു. അത് വളരെ ചീപ്പും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിരുന്നു. നമ്മൾ അടുത്തതായി ഓർഡർ ചെയ്യുന്നത് ഒക്ടോപ്പസും ക്രാബുമാണ്. ഒക്ടോപ്പസിൻ്റെ ബാർബിക്യൂ ആണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒക്ടോപ്പസ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടേസ്റ്റ് ഒന്നും അറിയാൻ വയ്യ. റബ്ബർ കഴിക്കുന്നതിൻ്റെ കൂട്ട് ഫീൽ ചെയ്യുന്നു. സോസ് ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി സോസാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ എന്തോ ഒരു വെറൈറ്റി ഫുഡ് കൊള്ളാം.
അടുത്തത് ക്രാബാണ്. ക്രാബ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, വലിയ ക്രാബാണ് ഇവർ തന്നേക്കുന്നത്. ഇതെങ്ങനെ കഴിക്കും എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഇത് കൊള്ളാം. ഇതിൽ ഒരു മസാല, നല്ല മസാലയുണ്ട്. നമ്മുടെ കേരളത്തിലൊരു നാടൻ ക്രാബിൻ്റെ കറി കഴിച്ചതുപോലെ ഫീൽ ചെയ്യുന്നു. വലിയ സ്പൈസി ഒന്നും ഞാൻ പറഞ്ഞില്ല, നോർമൽ സ്പൈസിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡാണ്. കുറച്ച് സ്ട്രീറ്റ് ഫുഡും ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ഫിഫി ഐലൻഡ് ടൂർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഹായ്, നമ്മൾ ഇന്നലെ ഫുക്കറ്റിലെത്തി ഒരു ദിവസം വന്നതിൻ്റെ ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഫുക്കറ്റിൻ്റെ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് നമ്മുടെ ഫുക്കറ്റിലുള്ളത്. നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ പോകുന്നത് ഫിഫി ഐലൻഡും മായാബേ, അങ്ങനെ കുറച്ച് ഐലൻഡ്സ് കാണാനാണ്. ഭയങ്കര എക്സ്പെക്റ്റേഷൻസോടെയാണ് പോകുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 7:30 ആയതേയുള്ള രാവിലെ ഏകദേശം ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ കിട്ടുന്നത്, ഹോട്ടലിൽ നിന്നാണ് കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാബ് വരും, നമ്മൾ അത് കയറി ഫിഫി ഐലൻഡിലേക്കാണ് പോകുന്നത്. രാവിലെ ടൂർ ഓപ്പറേറ്റേഴ്സ് അറേഞ്ച് ചെയ്ത ക്യാബിൽ നമ്മളെ മീറ്റിംഗ് പോയിന്റിലെത്തിക്കും. അവിടെ നമുക്ക് ഒരു ലഘുവായിട്ടുള്ളൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സ് അവർ നമുക്ക് ക്ലാസ് എടുത്തു തരും. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കെയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ കടലിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിനോടൊപ്പം ഇതൊരു സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ത്രില്ല് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഫിഫി ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫിഫി ഐലൻഡ്. അതിമനോഹരം എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല ഇത്. എനിക്കറിയില്ല എത്രത്തോളം ഇതിൻ്റെ ബ്യൂട്ടി ഞാൻ ആ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെന്ന്. ഇത് നമ്മൾ നേരിട്ട് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് കൂടുതൽ ഫോട്ടോസ് എടുക്കാനായിട്ട് അവർ ലോങ് ടൈൽ ബോട്ടിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യും. അടുത്തോട്ട്, അതായത് ബീച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലും തോറും ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതകരമായി തന്നെ തോന്നുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ആ ടർക്കോയിസ് ബ്ലൂ കളർ തരുന്ന വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തടത്തോളം ബ്യൂട്ടിഫുള്ളാണ്. എത്ര ഫോട്ടോ എടുത്താലും മതിവരാത്ത ഒരു പ്ലേസ് തന്നെയാണിത്. ഇവിടെ വലിയ ആഴമില്ലാത്തത് കൊണ്ട് നമുക്ക് 10-15 മിനിറ്റ് സ്വിം ചെയ്യാൻ അവർ സമ്മതിക്കും. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയത് മായാബേയിലേക്കാണ്. ഇതും ഫിഫി ഐലൻഡിനേക്കാളും മനോഹരമായ ഒരു ബേ തന്നെയാണ്. ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഇവർ പ്രൊട്ടക്ട് ചെയ്തേക്കുവാണ്. ഇവിടെ ഒരാളുടെ എൻട്രി ഫീസ് 400 ബാത്താണ്. ബട്ട് നമ്മളുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇതും കൂടെ ചേർത്താണ് അവർ എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്വിമ്മിങ് അലൗഡ് അല്ല. ഇവിടെ വൈറ്റ് ബേബി ഷാർക്കിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ സ്വിമ്മിങ് അലൗ ചെയ്യില്ല. നമ്മൾ ഫിഫി ഐലൻഡിൽ കുറച്ച് സ്വിമ്മിങ് ഒക്കെ ചെയ്തിട്ട് ഇനി നമ്മൾ മായാബേയിലാണ് ഇപ്പോൾ ഉള്ളത്. മായാബേയിൽ എന്ന് പറഞ്ഞാൽ ഷാർക്കിൻ്റെ ബേബി ഷാർക്കിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് നടന്നുകൊണ്ട് തന്നെ ബീച്ചിൽ തന്നെ ബേബി ഷാർക്കിനെ കാണാം. നമുക്ക് മായാബേ ഒന്ന് നോക്കാം. ഇത് മായാബേയിൽ നിന്നുള്ള വ്യൂ ആണ്. ആ രണ്ട് റോക്കിൻ്റെ നടുക്കുള്ള 2 കളറിലുള്ള വാട്ടർ. വാവ്, ഇറ്റ്സ് ഓസം. ഇതാണ് മായാബേ. ഇവിടെ ആളുകൾ ഫോട്ടോ എടുക്കാനായി എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരാൾ ഫ്രെയിമിൽ നിന്ന് മാറുമ്പോൾ തന്നെ അടുത്ത ആൾ ഓടി വന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണിത്. സാധാരണ ആൾക്കാരുടെ തിരക്ക് കൂടുമ്പോൾ ബേബി ഷാർക്ക് വരാറില്ല. ബട്ട് ഭാഗ്യവശാൽ നമുക്ക് ഒരെണ്ണത്തിനെ കാണാൻ പറ്റി.
മായാബേ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തതായി കായ് ഐലൻഡിലേക്കാണ് പോകുന്നത്. നമ്മൾ മായാബേയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കാണാം ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ പ്ലേസിലേക്ക്. ജെസ്കീയിങ്ങും അതുപോലെ തന്നെ പാരാസെയിലിംഗ് പിന്നെ അങ്ങനെയുള്ള എല്ലാ വാട്ടർ സ്പോർട്സും സ്നോർക്കലിങ്ങും ഒക്കെ ചെയ്യുന്നത് കായ് ഐലൻഡിലാണ്. നമ്മളിപ്പം കായ് ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കായ് ഐലൻഡ് അത്യാവശ്യം ഹാപ്പനിങ് ആയൊരു പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറേ ടൂറിസ്റ്റിനെ കാണാൻ പറ്റും. ഈ പ്ലേസ് ഇച്ചിരി ക്രൗഡഡ് ആണ് കമ്പയർഡ് ടു അതർ ഐലൻഡ്സ്. കായ് ഐലൻഡോട് കൂടി നമ്മുടെ 1 ഡേ ഫിഫി ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയ ഫുഡാണ് പാഡ് തായ്. അതൊരു നൂഡിൽസ് പോലത്തെ സംഭവമാണ്. നൂഡിൽസിനകത്ത് ഷ്രിമ്പൊക്കെ ഇട്ട് നമുക്ക് ചെയ്യുന്നതാണ് കാര്യങ്ങളാണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം, പക്ഷെ ഭയങ്കര മധുരം ഫീൽ ചെയ്യുന്നു. ഒരു ഡെസേർട്ട് കഴിച്ച ഫീൽ ചെയ്യുന്നു. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുക്കറ്റ് വളരെ നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടുത്തതായി നമ്മൾ പോയത് പട്ടായയിലേക്കാണ്. പട്ടായയിലെ വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.